ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം സമയം എത്രയെന്നറിയാം? ഇപ്പോൾ 10:55 ഞാൻ പഠിപ്പിക്കാൻ പോയിട്ട് വന്നതാണ്. ഉച്ചക്കത്തേക്കൊന്നും ആയിട്ടില്ല. ചോറ് കറികളെല്ലാം ഇനി കിടക്കുക ചെയ്യാൻ. ഇനി ഒരു 1.5 മണിക്കൂർ ഒരു പെടാപ്പാട് തന്നെ. നമ്മുടെ ഒരു അവസ്ഥകളെ അല്ലേ, എല്ലാവർക്കും ഇതൊക്കെ തന്നെ. രാവിലെ എവിടോട്ടിലൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ആകെപ്പാടെ ഭയങ്കര ജോലികളാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ളതിന് തുടക്കം കുറിക്കാൻ പോവാണ്. ചോറ് വയ്ക്കണം, കറികളെല്ലാം ഉണ്ടാക്കണം, തോരൻ, മെഴുക്കുവരട്ടി, മീൻകറി, മീൻ വറുത്തത് എന്ന് വേണ്ട എല്ലാം വേണം. അപ്പോൾ അതിലേക്കൊന്ന് പോട്ടെ. എന്തൊക്കെയാണോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായിട്ട് എൻ്റെ വീട്ടുമുറ്റത്തുള്ള കോവൽച്ചെടിയുടെ അടുത്തേക്ക് പോയി ഉള്ള കോവയ്ക്കയൊക്കെ പറിച്ചെടുത്തു. കുറച്ച് ഇന്നലെ നുള്ളി എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഇന്നും കൂടി ഉള്ളതെടുത്താൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. അതിനായിട്ട് കോവയ്ക്കയെല്ലാം നുള്ളിയെടുത്തു. എല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു അവിയലും കൂടി ആകാമെന്ന്. അതിനായിട്ട് ഉള്ളതൊക്കെ കൂടെ എടുത്തു ഒരു അവിയലിന് അരിഞ്ഞൊക്കെ വെച്ചു. അപ്പം ഒരു അവിയലും ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനത്തെ അവിയലിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ മൺചട്ടിയിൽ തന്നെ വെച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടു, അതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു, കുറച്ച് വെള്ളവും വെച്ച് വേവിക്കുകയാണ്. ഈ മൺചട്ടിയിലാകുമ്പോൾ നല്ല രുചി കിട്ടും കേട്ടോ. അതിനാണ് ഈ മൺചട്ടിയിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അവിയൽ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് അരച്ച് അതിലേക്ക് ഇട്ട് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ അരപ്പിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഈ കോവയ്ക്ക അങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് പാകത്തിന് ഇടണം, കുറച്ച് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. കോവയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ടാണ് ഈ വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മീൻകറിയും കൂടെ വെക്കാമെന്ന് കരുതി. അതിൽ മീൻകറിക്ക് വേണ്ടുന്ന എല്ലാ അരപ്പും ഇട്ട്, കുടംപുളിയൊക്കെ ഇട്ട്, പച്ചമുളകൊക്കെ ഇട്ട് അത് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മീൻ കൂട്ടി യോജിപ്പിക്കുന്നത്. അത് നമ്മൾ പാകത്തിന് വേണ്ട പോലെല്ലാം ചെയ്ത് വെക്കണം. മീനൊക്കെ വറ്റിയിട്ടുണ്ട്, മീൻകറി നല്ല പാകമായിട്ടുണ്ട്. സൈഡിലൊക്കെ കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുമ്പോഴും നമുക്ക് മനസ്സിലാവും മീൻകറി പാകമായി എന്നുള്ളത്. പിന്നെ വിചാരിച്ചു 4-5 മീനെടുത്ത് പൊരിച്ച് വെക്കാമെന്ന്. അങ്ങനെ മീനും പൊരിച്ചു, മോരും റെഡിയാക്കി വെച്ചു, ഊണും തയ്യാറാക്കി. കുറച്ച് വൈകിയാലെന്താ, സമയത്തിന് നമ്മുടെ ഉച്ചയൂണ് റെഡിയായിട്ടുണ്ട്. ഓക്കെ.